വെൽക്കം ടു ഇൻഡസ് ടോക്സ്. നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് CPT പാത്തോളജി ആൻഡ് ലബോറട്ടറി ചാപ്റ്ററിലെ കൺസൾട്ടേഷൻ എന്ന ടോപ്പിക്കിനെ പറ്റിയാണ്. പാത്തോളജി ക്ലിനിക്കൽ കൺസൾട്ടേഷൻസ്. Pathology Clinical Consultation Services codes 80503, 80504, 80505, 80506 describe physician pathology clinical consultation services provided at the request of another physician or other qualified healthcare professional at the same or another facility or institution. അതായത് ഒരു സെയിം ഫെസിലിറ്റി അല്ലെങ്കിൽ അനദർ ഫെസിലിറ്റി അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, ഇവിടെ നിന്നുള്ള ഒരു ഫിസിഷ്യൻ അല്ലെങ്കിൽ അതർ ക്വാളിഫൈഡ് ഹെൽത്ത് കെയർ പ്രൊഫഷണൽ മറ്റൊരു ക്ലിനിക്കൽ പാത്തോളജിസ്റ്റിൻ്റെ അടുത്ത് റിക്വസ്റ്റ് ചെയ്യാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? ഒരു ക്ലിനിക്കൽ കൺസൾട്ടേഷന് വേണ്ടിയിട്ട്. അതിൻ്റെ കോഡ്സാണ് ഈ 80503 മുതൽ 80506 വരെയുള്ള കോഡ്സ്. A pathology clinical consultation is a service including a written report rendered by the pathologist in response to a request, example return request, electronic request, phone request or face-to-face request from a physician or other qualified healthcare professional that is related to clinical assessment, evaluation of pathology and laboratory findings or other relevant clinical diagnostic information that requires additional medical interpretive judgment. അതായത് പാത്തോളജി ക്ലിനിക്കൽ കൺസൾട്ടേഷൻ സർവീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു ഫിസിഷ്യൻ അല്ലെങ്കിൽ അതൊരു ക്വാളിഫൈഡ് ഹെൽത്ത് കെയർ പ്രൊഫഷണൽ മറ്റൊരു പാത്തോളജിസ്റ്റിൻ്റെ അടുത്ത് റിക്വസ്റ്റ് ചെയ്യുന്നുണ്ടാകും. അതിപ്പോൾ റിട്ടേൺ റിക്വസ്റ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ ഇലക്ട്രോണിക് റിക്വസ്റ്റ് ആയിരിക്കാം, ഫോൺ റിക്വസ്റ്റ് ആയിരിക്കാം, ഫേസ് ടു ഫേസ് റിക്വസ്റ്റ് ആയിരിക്കാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെ റിക്വസ്റ്റ് ചെയ്യും. എന്തിനു വേണ്ടിയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ക്ലിനിക്കൽ അസസ്മെൻറ്റിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഇവാലുവേഷൻ ഓഫ് പാത്തോളജി ആൻഡ് ലബോറട്ടറി ഫൈൻഡിങ്സ്, അല്ലെങ്കിൽ അതർ റെലവൻറ്റ് ക്ലിനിക്കൽ ഡയഗ്നോസ്റ്റിക് ഇൻഫർമേഷന് വേണ്ടിയിട്ട്. Here the requesting physician hand over the medical report related to laboratory and pathology findings, not the patient. ഇവിടെ പേഷ്യൻറ്റിനല്ല ഹാൻഡ് ഓവർ ചെയ്യുന്നത്. നമ്മൾ ഈ ആൻഡമിലൊക്കെ പഠിച്ചപ്പോൾ എന്തായിരുന്നു? പേഷ്യൻറ്റിനെ ഹാൻഡ് ഓവർ ചെയ്യുമായിരുന്നു. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. എന്താണ്? റിപ്പോർട്ടാണ്, മെഡിക്കൽ റിപ്പോർട്ടാണ് ഹാൻഡ് ഓവർ ചെയ്യുന്നത്. പാത്തോളജി ക്ലിനിക്കൽ കൺസൾട്ടേഷൻ്റെ കോഡ് വരുന്നത് 80503 മുതൽ 80506 വരെയാണ്. ആർ ബേസ്ഡ് ഓൺ ദി മെഡിക്കൽ ഡിസിഷൻ മേക്കിംഗ്. അതായത് എം ഡി എം നമ്മൾ ഈ ആൻഡം ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ടേബിളൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഒരു ടേബിൾ ഇതിലും വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു ടേബിളിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഏതാണോ MDM അത് സെലക്ട് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, ഡയറക്റ്റ് തന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് അതിനനുസരിച്ചിട്ട് എടുക്കാം. അല്ലെങ്കിൽ നമുക്ക് ആ ഒരു ടേബിളിൻ്റെ ബേസിസിൽ എടുക്കാവുന്നതാണ്. പിന്നെ ടൈം അതുപോലെ തന്നെ MDM അതിൻ്റെ ബേസിലാണ് ഇവിടുത്തെ കോഡ്സ് വരുന്നത്. 80503 പാത്തോളജി ക്ലിനിക്കൽ കൺസൾട്ടേഷൻ ഫോർ ക്ലിനിക്കൽ പ്രോബ്ലം വിത്ത് ലിമിറ്റഡ് റിവ്യൂ ഓഫ് പേഷ്യൻസ് ഹിസ്റ്ററി ആൻഡ് മെഡിക്കൽ റെക്കോർഡ്സ് ആൻഡ് സ്ട്രേറ്റ് ഫോർവേഡ് മെഡിക്കൽ ഡിസിഷൻ മേക്കിംഗ് വെൻ യൂസിങ് time code selection 5 to 20 minutes of total time is spent on the date of the consultation. ഇനി 8050 മോഡറേറ്റ് ലെവലാണ് അവിടെ MDM വരുന്നത്. അതുപോലെ തന്നെ ടൈം 21 to 40 മിനിറ്റ്സ് വരുന്നുണ്ട്. ഇനി 80505 എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഹൈ ലെവൽ മെഡിക്കൽ ഡിസിഷൻ മേക്കിംഗ് ആണ്. ടൈം ആണെങ്കിൽ 41 മുതൽ 60 മിനിറ്റ്സ് ആണ്. ഇനി 80506 എന്ന് പറഞ്ഞിട്ടുള്ളത് പ്രൊലോങ്ഡ് സർവീസ് കോഡ്സ് ആണ്. അത് ഈച്ച് അഡീഷണൽ 30 മിനിറ്റ്സിന് വേണ്ടിയിട്ടുള്ളതാണ്. പിന്നെ ഒരു കാര്യം, ഈ ഒരു പ്രൊലോങ്ഡ് സർവീസ് കോഡ്സ് റിപ്പോർട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഈ 80505 ഇല്ലേ, അതിൽ പറഞ്ഞിട്ടുള്ള ഒരു ടൈം വിട്ട് ഒരു 15 മിനിറ്റ്സ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രമേ 80506 റിപ്പോർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ ഈ ഒരു ആഡ് ഓൺ കോഡ് 80505ൻ്റെ കൂടെയാണ് റിപ്പോർട്ട് ചെയ്യേണ്ടത്. കൺസൾട്ടേഷൻ വിത്ത് സ്പെസിമെൻ, നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞ കാര്യത്തിൽ അവിടെ പേഷ്യൻറ്റിൻ്റെ ലാബ് റിപ്പോർട്ടൊക്കെ ആയിരുന്നു ഹാൻഡ് ഓവർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇവിടെ സ്പെസിമെൻ ഹാൻഡ് ഓവർ ചെയ്യുകയാണ്. അതിൻ്റെ കോഡ്സ് വരുന്നത് 88321, 88323, 88325. 88321 കൺസൾട്ടേഷൻ ആൻഡ് റിപ്പോർട്ട് ഓൺ റെഫേർഡ് സ്ലൈഡ്സ് പ്രിപ്പയർഡ് എൽസ്വെയർ. അതായത് ഫിസിഷ്യൻ അവിടെ ഓൾറെഡി സ്ലൈഡ് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടാകും. എന്നിട്ട് കൺസൾട്ടൻ്റ് ആയിട്ടുള്ള പാത്തോളജിസ്റ്റിന് കൊടുക്കും. എന്നിട്ട് ഈ കിട്ടിയ സ്ലൈഡ് വെച്ചിട്ടാണ് ഈ കൺസൾട്ടൻ്റ് പിന്നീട് ഇവാലുവേറ്റ് ചെയ്യുന്നത്. 88323 കൺസൾട്ടേഷൻ ആൻഡ് റിപ്പോർട്ട് ഓൺ റെഫേർഡ് മെറ്റീരിയൽ റിക്വയറിംഗ് പ്രിപ്പറേഷൻ ഓഫ് സ്ലൈഡ്സ്. അതായത് കൺസൾട്ടൻ്റ് തന്നെ അവിടെ സ്ലൈഡ് പ്രിപ്പയർ ചെയ്യേണ്ടി വരും.
ഇനി 88,325 കൺസൾട്ടേഷൻ കംപ്രഹെൻസീവ് വിത്ത് റിവ്യൂ ഓഫ് റെക്കോർഡ്സ് ആൻഡ് സ്പെസിമെൻസ് വിത്ത് റിപ്പോർട്ട് ഓൺ റെഫേർഡ് മെറ്റീരിയൽ. പിന്നെ എല്ലാ കൺസൾട്ടേഷനും എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഒരു ഫിസിഷ്യൻ റിക്വസ്റ്റ് ചെയ്യും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു പാത്തോളജിസ്റ്റിന്റെ അടുത്ത് റിക്വസ്റ്റ് ചെയ്യും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, എന്നിട്ട് ഈ കൺസൾട്ടന്റ് തിരിച്ച് റിക്വസ്റ്റ് ചെയ്തിട്ടുള്ള ഫിസിഷ്യന് റിട്ടേൺ റിപ്പോർട്ട് അയക്കുകയും വേണം. ഇൻട്രാ ഓപ്പറേറ്റീവ് കൺസൾട്ടേഷൻ, അതായത് ഒരു സർജറി നടക്കുകയാണ്, അതിൻ്റെ ഇടയിൽ ഒരു ഫിസിഷ്യൻ അല്ലെങ്കിൽ അതൊരു ക്വാളിഫൈഡ് ഹെൽത്ത് കെയർ പ്രൊഫഷണൽ മറ്റൊരു പാത്തോളജിസ്റ്റിന്റെ അടുത്ത് കൺസൾട്ടേഷന് വേണ്ടിയിട്ട് റിക്വസ്റ്റ് ചെയ്യാണ്. അതിന്റെ കോഡ്സ് വരുന്നത് 88,329, 88,331, 88,332, 88,333, 88,334. 88,329 പാത്തോളജി കൺസൾട്ടേഷൻ ഡ്യൂറിങ് സർജറി. ഇനി 88,331 നോക്കുകയാണെന്നുണ്ടെങ്കിൽ പാത്തോളജി കൺസൾട്ടേഷൻ ഡ്യൂറിങ് സർജറി, ഫസ്റ്റ് ടിഷ്യൂ ബ്ലോക്ക് വിത്ത് ഫ്രോസൺ സെക്ഷൻ അല്ലെങ്കിൽ സെക്ഷൻസ്. ഓക്കെ, ആ ബ്രേക്കറ്റിലുള്ള എക്സ് ശ്രദ്ധിക്കുക. സിംഗിൾ സ്പെസിമെൻ, അതായത് ഒരു സിംഗിൾ സ്പെസിമെന്റെ ഫസ്റ്റത്തെ ടിഷ്യൂ ബ്ലോക്കിന് വേണ്ടിയിട്ടുള്ള ഫ്രോസൺ സെക്ഷന്റെ കോഡാണ് 88,331. ഇനി 88,332 എന്ന് പറയുന്നത് അതൊരു ആഡ് ഓൺ കോഡാണ്. അത് പാത്തോളജി കൺസൾട്ടേഷൻ ഡ്യൂറിങ് സർജറി, ഈച്ച് അഡീഷണൽ ടിഷ്യൂ ബ്ലോക്ക് വിത്ത് ഫ്രോസൺ സെക്ഷൻ അല്ലെങ്കിൽ സെക്ഷൻസ് ലിസ്റ്റ് സെപ്പറേറ്റ്ലി ഇൻ അഡീഷൻ ടു കോഡ് ഫോർ പ്രൈമറി പ്രൊസീജിയർ. അതായത് 88,331ന്റെ കൂടെയാണ് ഈ 88,332 എന്ന് പറയുന്ന ആഡ് ഓൺ കോഡ് റിപ്പോർട്ട് ചെയ്യേണ്ടത്. എന്തിനു വേണ്ടിയിട്ട്? അഡീഷണൽ ആയിട്ടുള്ള ടിഷ്യൂ ബ്ലോക്കിന് വേണ്ടിയിട്ട്. ഇനി 88,333 സൈറ്റോളജിക് എക്സാമിനേഷൻ, എക്സാമ്പിൾ ടച്ച് പ്രിപ്പ്, സ്ക്വാഷ് പ്രിപ്പ്, ഇനീഷ്യൽ സൈറ്റ്. ഓക്കെ, ഇനീഷ്യൽ സൈറ്റിലെ സൈറ്റോളജിക് എക്സാമിന് വേണ്ടിയിട്ടുള്ള കോഡ്. ഇനി 88,334 എന്ന് പറയുന്നത് ആഡ് ഓൺ കോഡാണ്. സൈറ്റോളജിക് എക്സാമിനേഷൻ, എക്സാമ്പിൾ ടച്ച് പ്രിപ്പ്, സ്ക്വാഷ് പ്രിപ്പ്, ഈച്ച് അഡീഷണൽ സൈറ്റ്, ഓരോ അഡീഷണൽ സൈറ്റ്, അതായത് ഇൻട്രാ ഓപ്പറേറ്റീവ് കൺസൾട്ടേഷൻ നടക്കുകയാണ്, അതിൻ്റെ ഇടയിൽ സൈറ്റോളജിക്കൽ എക്സാമിനേഷൻ ചെയ്യുന്നുണ്ട്, അതിൻ്റെ തന്നെ ഈച്ച് അഡീഷണൽ സൈറ്റിന്റെ കോഡ്. ഈ കോഡ് 88,333 അതിന്റെ കൂടെയാണ് റിപ്പോർട്ട് ചെയ്യേണ്ടത്. ഇൻട്രാ ഓപ്പറേറ്റീവ് കൺസൾട്ടേഷൻ ഓഫ് ദ സ്പെസിമെൻ ലിവർ വിത്ത് 2 ബ്ലോക്സ് ഫ്രോസൺ സെക്ഷൻ. ഇവിടെ ഇൻട്രാ ഓപ്പറേറ്റീവ് കൺസൾട്ടേഷൻ നടക്കുകയാണ്, സ്പെസിമെൻ ആണെന്നുണ്ടെങ്കിൽ ലിവർ ആണ്, അതിൽ തന്നെ 2 ബ്ലോക്സ് ഫ്രോസൺ സെക്ഷൻ ചെയ്യാണ്. അപ്പോൾ അതിന്റെ കോഡ് വരാം 88,331, അതായത് ലിവർ, അതായത് സ്പെസിമെൻ, ആ ഒരു സ്പെസിമെന്റെ ആദ്യത്തെ ടിഷ്യൂ ബ്ലോക്കിന് വേണ്ടിയിട്ടുള്ള കോഡ്. പിന്നെ അഡീഷണൽ ആയിട്ട് ഒരു ബ്ലോക്കും കൂടെ വരുന്നുണ്ട്, അപ്പോൾ അതുകൊണ്ട് തന്നെ അതിന്റെ ആഡ് ഓൺ കോഡ് 88,332 കൊടുക്കാം. ഇൻട്രാ ഓപ്പറേറ്റീവ് കൺസൾട്ടേഷൻ ഓഫ് ലിവർ ആൻഡ് ലങ് സ്പെസിമെൻസ് വിത്ത് 1 ബ്ലോക്ക് ഈച്ച് ഫ്രോസൺ സെക്ഷൻ. ഇതിൽ ലിവറിൽ നിന്ന് ഒരു ബ്ലോക്കും അതുപോലെ തന്നെ ലങ്ങിൽ നിന്ന് ഒരു ബ്ലോക്കും ആണ്. ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത് 88,331 ആണ്. അതായത് ലിവർ ഒരു സ്പെസിമെൻ, അതുപോലെ തന്നെ ലങ് ഒരു സ്പെസിമെൻ, അതിൽ നിന്നുള്ള ആദ്യത്തെ ബ്ലോക്കിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് കൊടുക്കാം? 88,331 into 2 കൊടുക്കാം. Intraoperative consultation of the liver and lung specimens. The liver has 2 blocks and the lung has 3 blocks frozen sections. ഇതിൽ ലിവറിൽ നിന്ന് 2 ബ്ലോക്സും ലങ്ങിൽ നിന്ന് 3 ബ്ലോക്സും വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ലിവറിലത്തെ ആദ്യത്തെ ബ്ലോക്ക് അതുപോലെ തന്നെ ലങ്ങിലത്തെ ആദ്യത്തെ ബ്ലോക്ക് ഇതിന് 88,331 into 2 കൊടുക്കാം. ഓക്കെ, ഇനി ലിവറിൽ ബാക്കി ഒരു ബ്ലോക്ക് ഉണ്ട്, ലങ്ങിൽ ബാക്കി 2 ബ്ലോക്സ് ഉണ്ട്. അതിന് വേണ്ടിയിട്ട് അഡീഷണൽ ബ്ലോക്സിന്റെ കോഡായിട്ടുള്ള 88,332 into 3 കൊടുക്കാം. For intraoperative consultation on a same specimen requiring both frozen section and cytological evaluation, use 88,331 and 88,334. അതായത് ഇൻട്രോപ്പറേറ്റീവ് കൺസൾട്ടേഷൻ നടക്കുകയാണ്, അതിൽ സെയിം സ്പെസിമെനിൽ തന്നെ ഫ്രോസൺ സെക്ഷൻ ചെയ്യുന്നുണ്ട്, സൈറ്റോളജിക്കൽ ഇവാലുവേഷനും ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ 88,331 and 88,334 ആണ് കൊടുക്കേണ്ടത്. For intraoperative consultation on different specimens requiring frozen section and cytological evaluation, use 88,331 and 88,333. അതായത് ഇൻട്രോപ്പറേറ്റീവ് കൺസൾട്ടേഷൻ ആണ്, അതിൽ ഡിഫറെൻറ്റ് സ്പെസിമെനിലാണ് ഫ്രോസൺ സെക്ഷനും സൈറ്റോളജിക്കൽ ഇവാലുവേഷനും വരുന്നതാണെന്നുണ്ടെങ്കിൽ 88,331 കൊടുക്കുക, 88,333 കൊടുക്കുക. Thank you for watching. Don't forget to like, share and subscribe for more amazing content.